ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷെറിൽ. ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു നോമ്പുതറയുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. കുറച്ച് കട്ട് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സും ഒക്കെ ആയിട്ട് ഒരു ചെറിയ നോമ്പുറ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺ വിത്ത് മീ. അപ്പോൾ നമുക്ക് നോമ്പുതുറ പ്രിപ്പറേഷൻസിലേക്ക് കിടക്കാം. നമ്മൾ കാടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കനൊക്കെ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സമൂസയ്ക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡിയാണ്. അതേപോലെ നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്, ബീഫിൻ്റെ മസാല റെഡിയാണ്, ചിക്കൻ നമ്മൾ വേവിച്ച് വെക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അത്യാവശ്യം വൃത്തിയാക്കി വരാം. കുറച്ച് ആളുകളൊക്കെ വരുന്നതല്ലേ, അപ്പോൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കോഴിക്കാൽ. ഇതിൻ്റെത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേ മസാല എടുത്തിട്ട് തന്നെ നമ്മളൊരു ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി നമുക്ക് തിരക്കാവും വൈകുന്നേരം സമയമാകുമ്പം. പിന്നെ കുറച്ച് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇറാനി പോളൊക്കെ ഉള്ളതാണ്. കുറേ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ലോഹർ നിസ്കരിച്ചതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളിലേക്കൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം എല്ലാത്തിൻ്റെയും ഫില്ലിങ്സും കറികളും ഒക്കെ ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കേ, നമുക്ക് ആദ്യം പത്തിരി ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ കുഴച്ച് പരത്തിയൊക്കെ വരുമ്പോഴേക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ പരത്തി റെഡിയാക്കി, ഒരാൾ പരത്തി തരും, ബാക്കിയുള്ളവർക്ക് ചുട്ടാൽ മതി. അങ്ങനെ ചുട്ട് നമ്മൾ റെഡിയാക്കി പാത്രത്തിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോഴി പൊരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു രസമാണ്. നമ്മുടെ തറവാട്ടിലെ നോമ്പുറ എന്നൊക്കെ പറയുന്ന മാതിരി എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാകുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറച്ച് കല്ലുമ്മക്കായും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. എല്ലാം കൂടി ഇന്ന് നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത് നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. പത്തിരി പറ്റാത്തവർക്ക് നമുക്ക് കുറച്ച് ചപ്പാത്തി കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയായ കോഴിക്കാലും ഉണ്ടാക്കിയിട്ട് നമ്മളതിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു രസമുള്ളൊരു പരിപാടിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ മെയിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫ്രൂട്ട്സും കുറച്ച് നമ്മുടെ സ്നാക്സും ഒക്കെ നമുക്ക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ കുറച്ച് മുട്ട നിറച്ചതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാടമുട്ടയുണ്ട്, കോഴിക്കാലുണ്ട്, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ സമൂസ, ഇറാനി പോള, അങ്ങനെ പറഞ്ഞ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നിസ്കരിച്ചതിന് ശേഷമാണ് മെയിൻ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സിന് ഇവിടെ നമ്മൾ മന്തി, ചപ്പാത്തി, പത്തിരിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. കാട ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ട്. അങ്ങനെയെല്ലാം നമ്മൾ ചെറുതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കസിൻസ് ആയിട്ട് കുറച്ചൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നെന്താ ഇവിടെ നോമ്പ് തുറന്നായിട്ട് സമൂസ, ഇതൊക്കെ നമ്മള് നോമ്പ് തുറന്നായിട്ട് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടോ? ഓ